ഇന്നത്തെ ഏറ്റവും പുതിയ ദിലീപിന്റെ പവി കെയർ ടേക്കർ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. കൃത്യം 11-ാം ദിവസത്തിലേക്ക് രണ്ടാമത്തെ തിങ്കളാഴ്ചയിലേക്ക് ദിലീപിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ പവി കെയർ ടേക്കർ എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട്, ഒപ്പം തന്നെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ, കൂടാതെ നിലവിൽ ഇതുവരെയുള്ള സിനിമയുടെ ബോക്സ് ഓഫീസ് വെർഡിറ്റ് എന്താണ് തുടങ്ങിയ റിപ്പോർട്ടെല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യം ഈ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 25 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച അത് 11 ലക്ഷത്തിന് മുകളിലാണ്. മോശമല്ലാത്ത കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലുള്ളൊരു ഹോൾഡാണ് നിലവിൽ ദിലീപ് സിനിമയ്ക്ക് കേരളത്തിലുള്ളത്. ഇന്ന് 20 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നത്തോടെ 6,25 ലക്ഷത്തിലേക്ക് കേരള ഗ്രോസ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യ 10 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 10,60 ലക്ഷത്തിന് മുകളിൽ ാണെങ്കിൽ 11-ാം ദിവസത്തെ കളക്ഷനോടെ 11 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും എത്തുന്നതാണ്. അങ്ങനെ ദിലീപിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ പവി കെയർ ടേക്കർ 2 സിനിമകളുടെ ഇടവേളയ്ക്ക് ശേഷം ഡിസാസ്റ്റർ സ്റ്റാറ്റസിൽ നിന്നും ഒപ്പം തന്നെ ഫ്ലോപ്പ് സ്റ്റാറ്റസിൽ നിന്നും രക്ഷപ്പെട്ട് ഇപ്പോഴത്തെ ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 10 കോടിയിൽ താഴെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 10 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കടന്നതോടെയാണ് ആവറേജ് വെർഡിറ്റിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. ഇനി അത് ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അതിന് നിലവിൽ സാധ്യതകൾ കുറവാണ് എന്ന് നേരത്തെ തന്നെ പ്രേക്ഷകർ അറിയിച്ചതാണ്. എങ്കിൽ പോലും കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കളക്ഷൻ സിനിമ നേടിയെടുത്തത് ഈ ആഴ്ചയും മികച്ച ഹോൾഡോടെ സിനിമ മുന്നേറും എന്നൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തായാലും അവസാനത്തെ 2 മലയാളം സിനിമകൾ, ദിലീപിന്റെ സിനിമകൾ ബാന്ദ്ര, തങ്കമണി എന്നീ സിനിമകൾ വൻ ദുരന്തമായ സിനിമകളാണ്. ഇപ്പോഴിതാ ദിലീപ് തന്നെ നിർമ്മിച്ച പവി കെയർ ടേക്കർ എന്ന സിനിമ ആ 2 സിനിമകൾ നേടിയെടുത്തതിന്റെ ആകെ കളക്ഷനേക്കാൾ മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.